ഹായ് ഗായ്സ്, നമ്മൾ ഇന്നലെ ഓൾറെഡി തവാങ്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയിലെ വൈകുന്നേരമായി. ഇവിടെ ഒരു 6:30 ആകുമ്പോഴേക്കും നമ്മുടെ ഒരു 8:30 വൈബാണ്. അപ്പോൾ പിന്നെ വേറെ എവിടെയും പോയില്ല, റൂമിൽ തന്നെയായിരുന്നു ഫുഡ് കഴിച്ച് സ്റ്റേ ചെയ്തു. പിന്നെ ഇപ്പോൾ ഞങ്ങൾ രാവിലെ ആയപ്പം ഫുള്ള് തവാങ്ക് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ മധുരി ലേക്കാണ്. അപ്പോൾ ആ ലേക്കിലേക്ക് പോണ വഴിയാണിത്. ഇടയ്ക്ക് ഭയങ്കര ബ്ലോക്കൊക്കെ വന്നു. ഇന്നലെ നല്ല സ്നോഫോളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് കുറച്ച് തെളിഞ്ഞിട്ടുണ്ട്, സൂര്യനൊക്കെ ഉണ്ട്, കാലാവസ്ഥ കുറച്ച് നല്ലതാണ്. ഇന്ന് സ്നോയൊക്കെ ഉണ്ട്, പക്ഷെ നല്ല നമ്മളിങ്ങനെ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതാ സ്നോ ഉണ്ടോ, തണുത്തിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, കൈയെല്ലാം ഉണ്ടോയെന്ന് തന്നെ സംശയമുണ്ട്. അമ്മാതിരി തണുപ്പ് അവിടെ. Oh my God, so nice. Guys, നമ്മൾ ആക്ച്വലി ഇപ്പോൾ തവാങ്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ തവാങ്കായിരുന്നു. നല്ല തണുപ്പുണ്ട്, മഞ്ഞുണ്ട്, ഈവൻ സ്നോഫോൾ അടക്കമുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും നമുക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയാനാണെങ്കിൽ. അത്യാവശ്യം ട്രാഫിക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് ഒരു 2 മണിക്കൂറോളം പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ഡ്രൈവർ വണ്ടിയിൽ ചെയിൻ ഇട്ട് കെട്ടുവാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോകുന്ന വഴിക്കൊക്കെ മഞ്ഞ് വീണ്ടി കിടക്കുന്നുണ്ട്, സ്ലിപ്പറി ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെയിൻ വെച്ചിട്ട് ടയറിൽ കെട്ടുന്ന കാഴ്ച നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പോകുന്ന വഴി കണ്ടില്ലേ, ഒരു നമ്മൾ സിനിമയിലോ അല്ലെങ്കിൽ കാർട്ടൂണിലോ ഒക്കെ കാണുന്ന പോലെ അപ്പുറം ഇപ്പുറം മഞ്ഞ് പൊതിഞ്ഞ് കിടക്കുകയാണ്. ഈ പോകുന്ന വഴി കംപ്ലീറ്റ് അങ്ങനെയാണ്. നടുക്ക് റോഡ് വെട്ടിയിട്ടുണ്ട്, അപ്പുറം ഇപ്പുറം ഫുള്ള് വൈറ്റ് കളറായിട്ടുള്ളത്. ആക്ച്വലി തവാങ് എന്ന് പറയുന്നത് ഇന്ത്യ ചൈന ബോർഡറാണ്. ഇവിടുത്തെ വെതർ എന്ന് പറയുന്നത് ഏകദേശം -2 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. ഭയങ്കരമായ തണുപ്പ്, നമുക്ക് തണുപ്പ് അനുഭവപ്പെടില്ല. ഭയങ്കരമായിട്ട് നമ്മൾ പൊള്ളുന്ന പോലത്തെ ഒക്കെ ഒരു ഫീലൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ഷൺഗസ്റ്ററിലേക്ക് അല്ലെങ്കിൽ മാധുരി ലേക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് മഞ്ഞ് തന്നെയാണ്. അപ്പോൾ ഈ പോകുന്ന വഴികളിലൊക്കെ അവർ കുറച്ചും കൂടെ കളർഫുൾ ആക്കിയിട്ടുണ്ട്, ലൈക്ക് റെഡ്, യെല്ലോ, അങ്ങനെ പല രീതിയിൽ കളർഫുൾ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം തവാങ്ക് സിറ്റിയിൽ നിന്ന് ഇവിടം വരെ എത്തിയതിന് ശേഷം നമുക്ക് ഫുഡ് കിട്ടിയത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സസിബിലിറ്റി ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. കാരണം ഇവിടെയാണ് ടോയ്ലറ്റ് ഉള്ളത്, അതുപോലെ തന്നെ ആർമി ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഫുഡെന്നൊക്കെ പറയാൻ നമുക്ക് മാഗി, സൂപ്പ്, അങ്ങനെ മോമോസ് അങ്ങനെ കിട്ടത്തുള്ളൂ. കറക്റ്റ് ഫുഡൊന്നും കിട്ടത്തൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നൊരു സീനുണ്ട്. ഈ ചിത്രത്തിലൊക്കെ വരച്ച് വെച്ചേക്കുന്ന പോലത്തെ ഒരു സീനാട്ടോ. അതായത് നമ്മുടെ ദേശീയ പതാക ആ ഒരു മഞ്ഞുമലയുടെ താഴെ ആ ഫോഗിൻ്റെ ഇടയിലൊക്കെ ആ കാറ്റത്ത് ഇങ്ങനെ ആടുന്ന ആ ഒരു ഇമേജ് ഭയങ്കരമായിട്ട് കണ്ണിന് ഭയങ്കര കുളിർമയാകുന്നൊരു സാധനം കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ കാണുന്നതാണ് ലേക്ക്. ഇങ്ങനെ കാണുമ്പം നമുക്ക് ലേക്കാണെന്ന് മനസ്സിലാവുന്നുണ്ട്, കാരണം വെള്ളം ഉള്ളതുകൊണ്ട്. പക്ഷെ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ അത് നമുക്ക് സൂം ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അവിടെ കാണുന്നൊക്കെ അതൊക്കെ ഫ്രോസൺ ആണ്. അത് ഫ്രോസൺ ആയതുകൊണ്ടാണ് അവിടെ താറാവിൻ്റെ പോലത്തെ താറാവിന് ഇനത്തിൽപ്പെട്ട ഒരു പക്ഷി അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ടല്ലോ. അപ്പം അവിടെ ഫുള്ള് ഫ്രോസൺ ആണ്. കുറച്ച് ഭാഗം മാത്രമാണ് വെള്ളമുള്ളത്, ബാക്കിയൊക്കെ ഫ്രോസൺ ആണ്. ഇതാണ് ഇവിടുത്തെ ഫ്രോസൺ ലേക്ക്. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനാണിത്, പീറ്റീസോ ലേക്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ എവിടെയാണ് ലേക്ക് എന്നല്ലേ, പക്ഷേ ഇതൊക്കെ ലേക്കിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. ഇവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ തണുപ്പുണ്ടായിരുന്നത്. -2 ഡിഗ്രി അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെ ആയിരുന്നു ഇവിടുത്തെ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ലേക്ക് ഉണ്ട്, പക്ഷെ നമുക്ക് ലേക്ക് കാണാൻ പറ്റത്തില്ല, കാരണം ഫ്രോസൺ ആണ്. ഞാൻ നടക്കുന്ന എന്തിനാണ് ഈ വീഡിയോ കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നടക്കാൻ കഷ്ടപ്പെടുന്നൊരു കഷ്ടപ്പാടുണ്ട്, അത് കാണിക്കാൻ വേണ്ടി മാത്രം വീണ് പോവുക. കാരണം നമ്മൾ അതുപോലെ ടയേർഡായി പോകുന്നുണ്ടായിരുന്നു, കാരണം നമുക്ക് അത്ര തണുപ്പ് പറ്റത്തില്ലല്ലോ. ഇവിടെ കാണുന്നുണ്ടോ, നമ്മൾ പണ്ടൊക്കെ ചിത്രമൊക്കെ വരയ്ക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇമേജസിലൊക്കെ കാണത്തില്ലേ പണ്ട് സ്നോ എന്നൊക്കെ പറഞ്ഞ് പഠിക്കില്ലേ സ്കൂളിൽ, അതുപോലെയാണ് ഇവിടുത്തെ ഇപ്പോൾ വീടുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ആ വീടിൻ്റെ മുകളിലൊക്കെ മഞ്ഞൊക്കെ മൂടി കിടക്കുക, നമുക്ക് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പക്ഷേ ഞാൻ ആലോചിക്കുക അതൊക്കെ താമസിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. പിന്നെ പോകുന്ന വഴിക്കൊക്കെ വീടുകളൊക്കെ ഉണ്ട്, വീടുകളോ അല്ലെങ്കിൽ ടോയ്ലറ്റ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ പകുതിയോളം അല്ലെങ്കിൽ ചിലതൊക്കെ റൂഫ് വരെയൊക്കെ മഞ്ഞ് മൂടി കിടക്കുക. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ബുദ്ധേൻ്റെ ഒരു വലിയ സ്റ്റാച്ചു, ബിഗ്ഗസ്റ്റ് സ്റ്റാച്ചു ഓഫ് ബുദ്ധ കാണുന്നുണ്ടോ? അതൊരു ഭയങ്കര സംഭവം കേട്ടോ.
നല്ല വലുതാണ്. തവാങ്കിൽ മെയിനായിട്ട് ബുദ്ധമത വിശ്വാസമാണുള്ളത്. ഇവിടുത്തെ ആൾക്കാരെ കൂടുതലായിട്ട് സ്വാധീനിച്ചിട്ടുള്ളത് ടിബറ്റൻ ബുദ്ധമത വിശ്വാസമാണ്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ആൾക്കാരെ കാണുന്നതും ഒക്കെ ബുദ്ധമതത്തിലുള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഡ്രൈവറാണെങ്കിലും പുള്ളിയും ഒരു ബുദ്ധമത വിശ്വാസത്തിൽപ്പെട്ട ആളായിരുന്നു കേട്ടോ. ഉള്ളിൽ കയറിയതാണ് ആ ഒരു ഡിയർ ടെമ്പിളിൻ്റെ. ഇതൊക്കെ നേർച്ച കൊടുത്തേന്ന് തോന്നുന്നല്ലേ. കണ്ടു. ഓ അതാ മദ്യ അടക്കമുണ്ട് നേർച്ച. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് മൊണാസ്ട്രിയിലേക്കാണ്. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റും അതുപോലെ വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റും ആയിട്ടുള്ള മൊണാസ്ട്രിയാണിത്. ഏറ്റവും വലിയ മൊണാസ്ട്രി എന്ന് പറയുന്നത് ടിബറ്റനിലാണുള്ളത്. നമ്മൾ നെക്സ്റ്റ് അങ്ങോട്ടേക്കാണ് പോകുന്നത്, നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹയസ്റ്റ് മൊണാസ്ട്രി ഇൻ ഇന്ത്യ, നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊരു വേറെ വീഡിയോ ആയിട്ടായിരിക്കും ഇടുക. അപ്പം ഇവിടെ ഒറ്റയ്ക്കായിരിക്കും ഉണ്ടാവുക.